മക്കൾസ്, നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് ഒന്നും പഠിച്ചു തുടങ്ങാത്തവരാട്ടെ, അല്ലെങ്കിൽ രണ്ടാഴ്ചയായിട്ട് മിസ്റ്റേക്ക് കലാമേളന്റെയും കായികമേളന്റെയും ബാക്കിലാണ്, ഒന്നും പഠിക്കാൻ പറ്റിയില്ല, അങ്ങനെ ഒരു കുറ്റബോധം ഉള്ളിലുള്ളവരാകട്ടെ, അവർക്കെല്ലാവർക്കും ഉള്ള ഒരു ബെസ്റ്റ് സ്റ്റഡി പ്ലാൻ, ബെസ്റ്റ് സൊല്യൂഷൻ ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. സോ പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾ മാത്രം ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് ഈ വീഡിയോയിൽ അവസാനം വരെ കാണുക കേട്ടോ. ഓക്കെ, യെസ്. അങ്ങനെയെങ്കിൽ ഇതാ നോക്കിയേ, നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാവുക. ഞാൻ നവംബർ 6-നാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. നവംബർ 6 രാത്രി ആയിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. ഈ ഒരു നവംബർ 6 നമുക്ക് കൂട്ടണ്ട, നവംബർ 7 മുതൽ നമുക്ക് കൂട്ടാം. നവംബർ 7 മുതൽ നമുക്ക് എക്സാം വരുന്നത് ഏകദേശം ഡിസംബർ 11-നാണ് നിങ്ങളുടെ ക്രിസ്മസ് എക്സാം വരുന്നത്. ആ നവംബർ 7 മുതൽ ഡിസംബർ 11 വരെ അല്ലെങ്കിൽ ഡിസംബർ 10 വരെ കൂട്ടാം. തലേന്നൊന്നും നിങ്ങൾ വേറെ ചാപ്റ്റർ ഒന്നും പോയി പഠിക്കൂലല്ലോ അല്ലെ. അപ്പൊ ഡിസംബർ 10 വരെ കൂട്ടുകയാണെങ്കിൽ നിങ്ങൾക്കുള്ളത് 35 ഡേയ്സ് ആണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ഈ 35 ഡേയ്സ് കൊണ്ട് നിങ്ങൾ അതായത് ഇംഗ്ലീഷും മലയാളവും ഹിന്ദിയും എല്ലാം നമ്മളുടെ ലാംഗ്വേജ് ആവട്ടെ അല്ലാത്തതാവട്ടെ എല്ലാം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സെറ്റായിട്ട് എങ്ങനെ പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ ഓരോ വിഷയത്തിലും എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് ആദ്യം നമുക്ക് നോക്കാം അല്ലെ. അതായത് നമ്മളുടെ ഓൺ എക്സാം കഴിഞ്ഞിട്ട് ബേസിക് സയൻസിൽ 4 ചാപ്റ്റേഴ്സ് ആണ് ഓൺ എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത്. ഓൺ എക്സാമിന്റെ പോർഷൻസ് കഴിഞ്ഞിട്ട് ബാക്കി 4 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. മാത്സിലാണെങ്കിലും റേഷ്യോ മുതൽ നമുക്ക് 5 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. സോഷ്യൽ സയൻസ് ആണെങ്കിൽ 4 ചാപ്റ്റേഴ്സ്, ഇംഗ്ലീഷ് 6 ആണ്, ഹിന്ദി 4 ആണ്, മലയാളം സെക്കൻഡ് 3 ആണ്, ലാംഗ്വേജ് ഏതായിക്കോട്ടെ ഏകദേശം 6 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടിയാൽ നിങ്ങൾക്ക് 32 ചാപ്റ്റേഴ്സ് ആണ് നമ്മളുടെ മുന്നിലുള്ളത്. 32 ചാപ്റ്റേഴ്സ് ഉണ്ട്, 35 ദിവസങ്ങളുണ്ട്. എങ്ങനെ പഠിക്കും? ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, കമ്പൽസറി ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇനി മുതൽ ഓരോ ദിവസം ഒരു ചാപ്റ്റർ വെച്ച് പഠിക്കൽ വളരെ 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 നിർബന്ധമാണ്. ഒരു ചാപ്റ്റർ ഒരു ഡേ. ഇങ്ങനെ പഠിക്കാണ്ട് എവിടെ എത്തൂല. ഒരു ചാപ്റ്റർ ഒരു ഡേ വെച്ച് പഠിക്കാം. അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, അല്ല മിസ്സേ ഹിന്ദിയിലെ പോയം വരെ കൂട്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിന്റെ ചാപ്റ്റേഴ്സിന്റെ എണ്ണം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഹിന്ദിയിലെ പോയമും മലയാള സെക്കൻഡിലെ കഥ വായിക്കാൻ ഒരു ദിവസം കംപ്ലീറ്റ് വേണ്ട. അപ്പൊ ഞങ്ങൾ നല്ല സിമ്പിൾ ആയല്ലോ, ഇതൊക്കെ എന്തിനാ എത്ര ദിവസം എന്ന്. എടാ, ആ ദിവസം ഈ ഒരു മലയാള സെക്കൻഡിന്റെ കഥ വായിക്കുന്നത്, അല്ലെങ്കിൽ ഹിന്ദിയിലെ പോയം കുറച്ച് സമയം കൊണ്ട് കഴിഞ്ഞു, അരമണിക്കൂർ കൊണ്ട് ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞു, ആ ദിവസമാണ് നിങ്ങൾ എന്ത് പഠിക്കേണ്ടത്, ഓൺ എക്സാമിന്റെ പോർഷൻസ് പഠിക്കേണ്ടത്. ആ സമയം നിങ്ങൾ എന്ത് ചെയ്യുക, ഓൺ എക്സാമിന്റെ പോർഷൻസ് പഠിക്കുക. അതുപോലെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എൻ്റെ അമ്മായിന്റെ മോളെ കല്യാണമല്ലോ മറ്റന്നാൾ, അങ്ങനെ ആ ദിവസം ഞാൻ അങ്ങനെ ഒരു ചാപ്റ്റർ പഠിക്കുന്നു. അങ്ങനത്തെ ദിവസങ്ങളിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഹിന്ദി, ഇംഗ്ലീഷ്, മലയാള സെക്കൻഡ്, മലയാളമൊക്കെ അതിൽ ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടാവില്ലേ, ആ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആ ദിവസം എടുത്ത് പഠിക്കാം. എങ്ങനെ പോയാലും തല കുത്തി മറിഞ്ഞാലും ഒരു ചാപ്റ്റർ ഒരു ദിവസം പഠിക്കൽ വളരെ നിർബന്ധമാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾ മുന്നോട്ട് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ഏത് മുതൽ തുടങ്ങണം എന്ന് ചോദിക്കും, ഏതാ ഞങ്ങൾ ഓരോ ദിവസം പഠിക്കേണ്ടതെന്ന്. അതായത് നിങ്ങൾ ഇപ്പൊ എന്തായാലും തുടങ്ങേണ്ടത്, നിങ്ങൾക്ക് ഏറ്റവും ഓരോരുത്തർക്കും ഏതാണോ ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയി തോന്നുന്നത്, ആ ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റ് മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങാം. അതുപോലെ ഒരിക്കലും 1 മുതൽ തുടങ്ങൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം മുതൽ ഒന്നാമത്തെ ചാപ്റ്റർ, മാത്സിലാണ് പാരലൽ ലൈൻസ് മുതൽ തുടങ്ങരുത്. ഓൺ എക്സാമിന് ശേഷം വരുന്ന, അതായത് നമുക്ക് മാത്സിലാണെങ്കിൽ റേഷ്യോ മുതൽ വേണം നിങ്ങൾ പഠിച്ചു തുടങ്ങാൻ. ഒരു ദിവസം ഒരു ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ റേഷ്യോ മുതൽ വേണം പഠിച്ചു തുടങ്ങാൻ. ബാക്കിയുള്ള സമയം മാത്രമേ നിങ്ങൾ എന്തിനു കൊടുക്കാവൂ, ഓൺ എക്സാമിന് മുന്നേ ഉള്ള പോർഷൻസിന് നിങ്ങൾ കൊടുക്കാവൂ. ഓക്കെ, ഇങ്ങനെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, നിങ്ങളുടെ ക്ലാസ്സിലെ ടോപ്പർ, നിങ്ങളുടെ ക്ലാസ്സിലെ ഫുൾ മാർക്ക് നിങ്ങളായിരിക്കും. ഇത് ഞാൻ തരുന്ന വാക്കാടാ, സമയം വൈകിയിട്ടില്ല. ഇങ്ങനെ പഠിച്ചു പോവാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ, ഇപ്പോഴും എനിക്ക് പഠിക്കണം മിസ്സേ, ഇനിയും ടൈം ഉണ്ടല്ലോ, ഞങ്ങൾക്ക് ആവുന്നില്ല പഠിക്കാനെന്ന് പറയുന്നവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളാ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും. നിങ്ങൾ ജീവിതത്തിൽ തോറ്റു എന്ന് വിചാരിച്ചോ, ക്രിസ്മസ് എക്സാം കയ്യിൽ നിന്ന് പോയി, ഇനി ഒന്നും ചെയ്യാനില്ല, ഇപ്പോഴെങ്കിലും പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ നിങ്ങൾ കുറച്ചെങ്കിലും എവിടെയെങ്കിലും എത്തിച്ചേരാൻ പറ്റുള്ളൂ. ഈ അവസാന നിമിഷത്തിലും എടാ സാരല്ലടാ പോട്ടടാ പരിഹാരം ഉണ്ട് എന്ന് പറഞ്ഞ് കൂടെ കൂട്ടിയിട്ടും നിങ്ങൾക്ക് പഠിക്കാൻ റെഡി അല്ലെങ്കിൽ നിങ്ങളെ കയ്യിൽ നിന്ന് പോയി. ഇനി മിസ്സേ ഞങ്ങൾ പഠിക്കും, പക്ഷെ ഞങ്ങൾക്ക് ഒന്നും അറിയില്ല, ക്ലാസ്സിൽ ഒന്നും ശ്രദ്ധിച്ചില്ല, ഞങ്ങൾക്ക് ഒന്നും അറിയില്ല, ഞങ്ങൾക്ക് ആദ്യം മുതൽ എന്താ ABCD മുതൽ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണം എന്നുള്ളവരാണെങ്കിൽ ഒരാൾ കൂട്ടിന് വേണം, ഒരാൾ പഠിപ്പിച്ചു തരണം. ഞങ്ങൾ സ്കൂളിലെ ടീച്ചറോട് ഇനി പഠിപ്പിക്കാൻ പറഞ്ഞാൽ പഠിക്കൂലല്ലോ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ അവർക്കുള്ള ബെസ്റ്റ് സൊല്യൂഷനാണ് നമ്മളുടെ പ്രീ ബൂസ്റ്റർ ബാച്ച് എന്ന് പറയുന്നത്. ഈ ഒരു പ്രീ ബൂസ്റ്റർ ബാച്ചിലൂടെ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സും ബേസിക് മുതൽ ഞങ്ങൾ അങ്ങോട്ട് പഠിപ്പിച്ചു തരാൻ പോവാ. ഞങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കി, നിങ്ങൾ ഏത് ദിവസം ഏത് ചാപ്റ്റേഴ്സ് പഠിക്കണം എന്ന് കറക്റ്റ് പ്ലാൻ ഉണ്ടാക്കി ഞങ്ങൾ അങ്ങ് പഠിപ്പിച്ചു തരാൻ പോവാ കറക്റ്റ്. അപ്പൊ ഈ ഒരു പ്രീ ബൂസ്റ്റർ ബാച്ചിന് ഇപ്പൊ 1999 വരുന്നത്. നവംബർ 7 വരെ ഈ ഓഫർ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ ഈ ഒരു ബാച്ചിൽ ചേർന്നിട്ട് അടിപൊളിയായിട്ട് പഠിക്കണം എന്ന് ആഗ്രഹം കുറച്ചെങ്കിലും നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, ഈ ഒരു ഓഫർ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിന്റെ മുകളിൽ രജിസ്ട്രേഷൻ ലിങ്ക് ഉണ്ട്, അതിലൊന്ന് രജിസ്റ്റർ ചെയ്യുക. ഇപ്പൊ പേയ്മെന്റ് ഒന്നും ചെയ്യേണ്ട, ഒന്ന് രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് വീട്ടിൽ ചോദിച്ചു നോക്കുക. എനിക്ക് ഉറപ്പുണ്ട് വീട്ടിൽ ഒരിക്കലും പറയില്ല നീ പഠിക്കണമെന്നൊന്നുമില്ല, നീ ആക്കണ്ടെന്ന് ഒരിക്കലും പറയില്ല.
എല്ലാ ഉമ്മയും ഉപ്പി, എല്ലാ അച്ഛനും അമ്മയും മക്കൾ പഠിച്ച് എവിടെ എത്തണം, മക്കൾക്ക് നല്ല മാർക്ക് വാങ്ങണം എന്ന് ആഗ്രഹമില്ലാത്ത ആരും ഇല്ലടാ. എല്ലാവർക്കും അതന്നെ ആഗ്രഹം. നിങ്ങൾ അവരെ ഓർത്തെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പൊ മുതൽ പഠിച്ചു തുടങ്ങാം. ഇനി ഈ ബാച്ചിൽ എന്തൊക്കെയാ മിസ് ഉള്ളത്, ലൈവ് മാത്രമാണോ അങ്ങനെ ചോദിക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ എന്തൊക്കെയാ ഉള്ളതെന്ന് ചോദിച്ചാൽ ഒക്ടോബർ ടു നവംബർ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ക്രിസ്മസ് എക്സാമിന്റെ പോർഷൻസ് ബേസിക് മുതൽ 0 മുതൽ നമ്മൾ അങ്ങോട്ട് പഠിച്ചു തുടങ്ങാം. കറക്റ്റ് ഓരോ ദിവസം ഓരോ ചാപ്റ്റർ ആയിട്ട് സെറ്റ് ആയിട്ട് അടിപൊളിയായിട്ട് നമ്മൾ പഠിക്കും. പിന്നെ ഫുൾ ചാപ്റ്ററിന്റെ ആക്സസ് നിങ്ങൾക്ക് തരും. എപ്പോൾ വേണമെങ്കിലും ഏത് ചാപ്റ്റർ വേണമെങ്കിലും എടുത്ത് നിങ്ങൾക്ക് കാണാം, റെക്കോർഡിംഗ് ഉണ്ടാവും. ദെൻ ഡിസംബറിൽ റിവിഷനും മോഡൽ എക്സാംസും ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ദെൻ സിലബസ് കംപ്ലീഷൻ ബൈ ജാനുവരി 30. അതായത് നമുക്ക് ഡിസംബർ എക്സാം കഴിഞ്ഞ പാടെ നമ്മൾ പിന്നെയും പഠിച്ചു തുടങ്ങും. അതായത് ജാനുവരി 30 കൂടിയിട്ട് ഫൈനൽ എക്സാമിന്റെ പോർഷൻസിലെ അതുവരെ നമ്മൾ പഠിക്കും. അപ്പൊ USS എഴുതുന്ന കുട്ടികളാണെങ്കിൽ ഇത് ബെസ്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ. USS ഇതിന്റെ കൂടെ ഫ്രീ ആണ്. അതുപോലെ അതൊക്കെ നമ്മളുടെ ജാനുവരി 30 കൂടിയിട്ട് സിലബസ് മൊത്തം പഠിച്ചു തീർക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്ക്, USSന് ക്ലാസ് 7 എന്താണോ ഉള്ളത് ആ സിലബസ് ആണ് USSന് നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ജാനുവരി 30 കൂടി പഠിച്ചെടുക്കുകയാണെങ്കിൽ ഫെബ്രുവരിയിലാണ് നമ്മുടെ USS വരുന്നത്. അതിനും വളരെ ഉപകാരമായിരിക്കും. അതുപോലെ ഫെബ്രുവരി മാർച്ചിൽ എന്താണ് വെറുതെ ഇരിക്കുകയാണോ? അല്ല, റിവിഷനും മോഡൽ എക്സാമും എഴുതി നമ്മൾ മരിക്കും. ദെൻ അടുത്ത 3 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, 3 സെറ്റ് ഓഫ് എക്സാംസ് ഉണ്ട്, MCQ, അതുപോലെ ഡിസ്ക്രിപ്റ്റീവ്, മോഡൽ എക്സാം, ക്രിസ്മസ് എക്സാമിന്റെ അതേ മോഡലുള്ള മോഡൽ എക്സാം ഒക്കെ നമ്മൾ നടത്തും. അതുപോലെ AI ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട്, സബ്ജക്ട് വൈസ് ക്ലബ്ബ്. തീരെ മാത്സ് ആണെങ്കിൽ മാത്സ് ഒന്നും അറിയാത്തവരാണെങ്കിൽ ഞങ്ങൾ ഹരിക്കാൻ മുതൽ ഡിവിഷൻ മുതൽ ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. അതുപോലെ 2 ടൈപ്പ് നോട്ട്സ് ഉണ്ട്. അതുപോലെ ഇതാ നോക്കി, നിങ്ങൾ പഠിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കളിക്കുമ്പോൾ ഇപ്പോൾ ഒരു ഉള്ളിൽ എന്തുണ്ടാവും, പഠിക്കണം, എങ്ങനെങ്കിലും പഠിച്ചതാക്കണം എന്ന്. 2 ദിവസം കഴിയുമ്പോൾ നമ്മളുടെ ഉള്ളിൽ നിന്നെല്ലാം പോകില്ലേ, അല്ലെങ്കിൽ നാളാക്കാന്ന് പോകും. അങ്ങനെ നാളാക്കാന്നുള്ള പരിപാടി ഒന്നും ഇവിടെ ഇല്ല കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ വിളിച്ച് ചോദിക്കാൻ, എടാ പഠിച്ചോ, എന്താടാ ക്ലാസ് കാണാത്ത, എന്താടാ ലൈവിൽ കയറാത്തതെന്ന് ചോദിക്കാൻ നമുക്ക് എന്തുണ്ടാവും, നമുക്ക് മെന്റർ ഉണ്ടാവും. ഇതൊക്കെ കൂടെ ചേർന്നാൽ നിങ്ങൾ ഉറപ്പിച്ചോ, ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ ഫുൾ മാർക്ക് ആയിരിക്കും, നിങ്ങൾ ക്ലാസ്സിലെ ടോപ്പർ ആയിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾ എഴുതിയ ഏറ്റവും ബെസ്റ്റ് എക്സാം ആയിരിക്കും ഈ ഒരു ക്രിസ്മസ് എക്സാം എന്ന് പറയുന്നത്. അത് ഹനീഡ മിസ്സിന്റെ വാക്കാണ്. 7ാം ക്ലാസ് ഇനി തകർത്ത് പൊളിച്ച് നമ്മൾ പഠിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ബാച്ചിലേക്ക് പോര്, നമുക്ക് ഉഷാറാക്കാം.